അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം ഇത് ഇന്നലത്തെ രാത്രി എന്താ പറയുക വീഡിയോ ആണ്. ഇന്നലെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ രാത്രിക്കാലത്തെ വീഡിയോ ആണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അരിയും ഒക്കെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. റേഷൻ അരി ആവുകൊണ്ട് ഞാൻ രാവിലേക്ക് ഉച്ചക്കുള്ളത് ഉച്ചക്കും രാത്രിക്കുള്ളത് രാത്രിയാണ് കേട്ടോ വെക്കാറ്. പലരും ചോദിക്കാറുണ്ടായിരുന്നു കുറച്ച് ആകെ 3 ആളല്ലേ ഉള്ളൂ ഒന്നിച്ച് വെച്ചുകൂടെ എന്നൊക്കെ. പക്ഷേ ഞാൻ രാവിലെ നേരത്തെ വെക്കൊണ്ട് ഉച്ചക്കലേക്ക് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ദാ നമ്മളോട് ഒരുപാട് ഈ റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ചധികം കമൻസ് വരുന്നതാണ്, ഇവാനെ മദ്രസയിൽ ചേർക്കുന്നില്ലേ, ചേർത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു പ്രാവശ്യം മദ്രസയിൽ ചേർക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെന്ന് തോന്നുന്നു. ചേർത്തോ ചേർത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേർത്തു കേട്ടോ. ബുക്ക് കണ്ടില്ലേ, ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ബുക്ക് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടോ. അതൊക്കെ ഏത് വിധത്തിൽ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് ആലോചിച്ചിട്ട്. കാരണം നമ്മളൊക്കെ മദ്രസ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു അദബുൻ ഇബറുൻ അല്ലെങ്കിൽ ഇബുനുൻ ഉമമുൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കായിരുന്നു 1-ാം ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ബുക്ക് കണ്ടിട്ട് റഹ്മാനെ ഞാൻ എങ്ങനെ ഇത് ഇവാനെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ അടുത്തിരുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പഠിപ്പിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്കില്ല കേട്ടോ. എനിക്ക് വേഗം ദേഷ്യം വരും. കാരണം നമ്മൾ പറയുന്നത് കറക്റ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറും കേട്ടോ. നല്ല സ്വഭാവത്തിലൊക്കെ പഠിപ്പിക്കാതിരുന്നിട്ടുണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും സ്വഭാവം തനേ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ദീവാനെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടി കിട്ടണില്ല. കാരണം സ്കൂളിലത്തെ പഠിക്കാനുണ്ടാകും, മദ്രസത്തെ ഇനി ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണം. 3 ബുക്കാണ്. ഓരോ ബുക്കത്തതും കണ്ടിട്ട് ആകെ ടെൻഷൻ കയറിക്കുകയാണ്. പിന്നെ എനിക്കുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൾക്ക് സ്കൂളിൽ LKG UKGയിലും ചെറിയ രീതിയിലൊരു മദ്രസത്തെ ബുക്കിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മദ്രസ പഠിപ്പിക്കുന്ന രീതിയിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബേസ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അറബി വാക്കുകൾ എഴുതാനും വായിക്കാനും ഇവാൾക്ക് അറിയാം. അക്ഷരങ്ങൾ നമുക്ക് 1-ാം ക്ലാസ്സിലേക്ക് മദ്രസക്ക് ചേർക്കുമ്പോൾ മക്കളായിട്ട് ഏറ്റവും ഉള്ള ബുദ്ധിമുട്ട് അറബി ഈ ഇംഗ്ലീഷും ഇതൊക്കെ എഴുതുന്ന മാതിരി അല്ലല്ലോ. അറബി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് ചില മക്കൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് കൈ പിടിച്ച് എഴുതി പഠിപ്പിച്ചിട്ട് തന്നെ എടുത്തിട്ട് വേണ്ടി വരും. ആ ഒരു റിസ്ക് എനിക്കില്ല കേട്ടോ. ഇവാൾക്ക് എഴുതി കൊടുക്കാണ്ട് ഫതഹും കസറും, ഫതഹ് വരുമ്പോൾ എന്താ വായിക്കാമെന്നും കസറ് വരുമ്പോൾ എന്താ വായിക്കുക എന്നുള്ളതൊക്കെ ഇവാൾക്ക് അറിയാം. അപ്പോൾ അത് കാരണം ആ ഒരു ടെൻഷന് ഇല്ല കേട്ടോ. പിന്നെ അതൊന്ന് വായിച്ച് അറിയാത്ത വാക്കുകൾ വായിച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ശരിയാവുമായിരിക്കും. കാരണം ഇവാൾക്ക് ഇനിയിപ്പോൾ എനിക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവാൾക്ക് പഠിപ്പിച്ച് കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം ഇവാൾക്ക് ഇപ്പം ഉണ്ട് കേട്ടോ. നാളെ എന്തൊക്കെ അവസ്ഥ എന്ന് അല്ലാഹു ആലം. അപ്പോൾ എന്തായാലും അങ്ങനെ ഓളെ ബുക്കൊക്കെ പൊതിയൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പൊതിയാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ അത് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൊതിയുമ്പോൾ ഞാൻ എൻ്റെ മദ്രസ്ക്ക് സ്കൂൾക്കൊക്കെ ബുക്ക് പോയിന്നാണ് കേട്ടോ ആലോചിക്കുന്നത്. ഇതേപോലെ ഉമ്മ പൊതിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നതൊക്കെ അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഫോണിൽ ഇങ്ങനെ റീൽസും തോണ്ടിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തിന് വേസ്റ്റ് ആക്കണം കുറച്ച് ടൈം കിട്ടണത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നീച്ച് പോകുന്നങ്ങാണ്ട് എൻ്റെ കയ്യിലൊരു ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചുരിദാറത്തെ ഷാളായിരുന്നു. അത് അത്യാവശ്യം നല്ല വീതിയുള്ളൊക്കെ ഒരു ഷാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇടാറില്ല. കാരണം അത് തലയിലിടുമ്പോൾ ഒരു പുതപ്പ് തലയിലിടുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വെയിറ്റാണ് ആ ഷാൾ. എന്താ പറയുക, നല്ല വീതിയും നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല കനമുള്ളൊരു ഷാളാണ് കേട്ടോ. അപ്പോൾ അതൊരു പുതപ്പിട്ട് നടക്കണ ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും ഡെയിലി വെയറിന് കംഫർട്ടല്ലായിരുന്നു. അത് ഞാൻ അധികം ഇട്ടിട്ട് തന്നെ അല്ല കേട്ടോ. ഈ ഒരു ഷാൾ ഇടുകയാണെങ്കിൽ എങ്ങനെയും പുതുതായി പോകുമ്പോൾ ഒക്കെ ഇടുക എന്നല്ലാണ്ട് വീട്ടിൽ അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ ഞാൻ വീട്ടിലിടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഷാളിനൊരു കംപ്ലയിൻറ്റും ഇല്ല, പുതിയ ഷാളാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, എന്തുകൊണ്ട് ആ ഷാൾ കൊണ്ട് ഒരു ടോപ്പ് തുന്നിക്കൂടാന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇരുന്നെങ്ങാണ്ട് കുത്തി പൊങ്ങിച്ചെടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ അങ്ങനെ അതാ ഷാള് മാറി ടോപ്പായിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ തോന്നി. ഞാൻ ആദ്യം ഈ ഷാൾ വെച്ചിട്ട് ഒരു കഫ്താൻ ടൈപ്പ് തുന്നണം എന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ ആ ഒരു മോഡലിൽ തുന്നണം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കഫ്താൻ വേണ്ട, ഞാനങ്ങനെ തീരെ തടിയോ കാര്യങ്ങളോ ഇല്ലാത്തതല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ ഇട്ടിട്ട് ഭംഗിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു മോഡലിലോട്ട് മാറ്റിയിട്ടു. ആ ഷോളിൻ്റെ എഡ്ജ് ഭാഗത്ത് കരഭാഗത്ത് ഒരു ലൈസായിരുന്നു കേട്ടോ. ആ ലൈസ് വെച്ച് ഞാൻ ഷോൾഡറിൽ എന്താക്കി
കൈയാക്കി. പിന്നെ അതിൻ്റെ ബാക്കി ലേസ് വന്നതുകൊണ്ട് ഒരു ബെൽറ്റും ആക്കി കേട്ടോ. അപ്പോൾ എന്തായി, ഈ ഒരു മോഡലായി. അതിൽക്കൊരു ഇന്നറും ഒരു വൈറ്റ് ഷാളും വൈറ്റ് പാൻറ്റും ഇട്ട് കൊടുത്തപ്പോൾ സെറ്റ്. എന്തിനാ കുറേ നമ്മളുടെ ഒരു മൈൻഡ് വെച്ചെങ്ങാണ്ട് നമുക്ക് തന്നെ നമ്മൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾ 10ൽ എത്ര മാർക്ക് തരും എന്നുള്ളത് താഴെ കമൻ്റ് ആക്കുക. ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കമൻ്റ് ആക്കുക കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരിക്കലും ഇത്രത്തോളൊരു ഫിനിഷിങ്ങിൽ എത്തും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഓഫ് ഒരു ടോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ ആ ഒരു കണ്ടിട്ടുള്ളത്. കാരണം സാധാരണ ഒരു കുർത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നെക്ക് അതൊക്കെ എനിക്ക് നെക്ക് കുറച്ച് പണിയാണ് കേട്ടോ. കറക്റ്റ് ആകും, എന്നാലും ചെറിയൊരു റിസ്ക് മാതിരി തോന്നാറുണ്ട്. ഇത് നെക്കൊന്നും വേണ്ടാത്ത ടോപ്പ് സ്റ്റിച്ചിങ് ആവുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു മണിക്കൂർ പോലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയൂല കേട്ടോ. അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ സ്റ്റൈൽ ചെയ്ത് അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. കിഴങ്ങുകൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിക്കും ഓംലേറ്റും അതുപോലെ തന്നെ കിഴങ്ങ് കൊണ്ട് മെഴുക്ക് വരട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഈ മീൻ അതുപോലെ ചിക്കൻ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണതിനേക്കായും ഇങ്ങനെ മുട്ട, പപ്പടം, അച്ചാർ, ചമ്മന്തി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, അതൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. എനിക്കിപ്പോൾ ചോറ് കഴിക്കാൻ ധാരാളമാണ് കേട്ടോ. ഈ കിഴങ്ങൊക്കെ അത് മാത്രം മതിയില്ല, കിഴങ്ങ് മെഴുക്ക് വരട്ടി അത് ഇഷ്ടമുള്ളവരില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചെങ്ങാണ്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. അതിനിടയിൽ കാക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പാത്രം കഴുകുമ്പോൾ ടൈം ഐ തിങ്ക് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പാത്രങ്ങളൊക്കെ കഴുകണത്. കാരണം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കുവിൻ്റെ വിളിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ അങ്ങനെ പോകും കേട്ടോ കാക്കുവിൻ്റെ വിളിയിൽ. ആ വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രാത്രി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരുന്നതൊന്നുമല്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ എടുക്കണം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.